എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ എപ്പോഴും വഴക്കും സമാധാനക്കേടും ഉണ്ടാവുന്നുണ്ടോ? ഒന്നിനും ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ, ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ തർക്കങ്ങൾ ഉണ്ടാവുക. ചിലപ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും, ഇത് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ സ്വഭാവം കൊണ്ടുണ്ടാവുന്നതാണോ, അതോ ഇതിന് പിന്നിൽ എന്തെങ്കിലും കടുത്ത ഗ്രഹദോഷങ്ങൾ, എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടോ? അതുമല്ലെങ്കിൽ നിങ്ങളെ തകർക്കാൻ ആരെങ്കിലും ചെയ്ത എന്തെങ്കിലും ആഭിചാര ദോഷങ്ങളാണോ, ഈ നെഗറ്റീവ് എനർജിയാണോ ഇതിന് കാരണം? നമ്മൾ ഇന്ന് ഈ റീഡിങ്ങിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ഇതാണ്. നിങ്ങളുടെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ആ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ഇന്ന് നമ്മൾ കൃത്യമായി കണ്ടെത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിനായി നമ്മൾ ഇന്ന് ടാരോ കാർഡുകൾ മാത്രമല്ല ഉപയോഗിക്കുന്നത്. ആദ്യമായിട്ട് ആസ്ട്രോ ഡയസ് ഉപയോഗിച്ചുകൊണ്ട് ജ്യോതിഷപരമായ സൂചനകൾ, അതായത് ഗ്രഹദോഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചുകൊണ്ടാണ് ടാരോ റീഡിങ്ങിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ആസ്ട്രോ ഡയസ് ഉപയോഗിച്ചുകൊണ്ട് വീട്ടിൽ നിലനിൽക്കുന്ന ഇപ്പോഴത്തെ വീട്ടിലെ എനർജി എന്താണെന്ന് നോക്കാം. അതിലെന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ കാണുകയാണെങ്കിൽ എവിടെ നിന്നാണ് ആ എനർജി വരുന്നതെന്ന് അറിയാനായിട്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് സോഡിയാക് സിംബൽസ്, ക്രിസ്റ്റൽസ് റാൻഡംലി പിക്ക് ചെയ്യാം. ഇതിൽ നിന്നൊരു സൊല്യൂഷൻ എന്താണ്, നമുക്ക് എങ്ങനെയാണ് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കുക എന്ന് ടാരോ കാർഡ്സ് എടുത്ത് വിശദമായിട്ട് നമുക്ക് നോക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല. നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ഇഷ്ടദൈവത്തെയും അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്ന വിശ്വസിക്കുന്ന എനർജിയെയും യൂണിവേഴ്സിനെയും മനസ്സിൽ ധ്യാനിക്കുക. നമുക്ക് ആദ്യം തന്നെ ആസ്ട്രോ ഡയസ് റോൾ ചെയ്ത് നിങ്ങളുടെ വീട്ടിലെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കാം. ഒന്നാം ഭാവത്തിലാണ് വന്നിരിക്കുന്നത്, ഏരീസ്. അപ്പോൾ നമുക്ക് ആസ്ട്രോ ഡയസ് റോൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് യുറാനസ്. ഇതട്ടോ യുറാനസ്, മേടം രാശി, ഏരീസ് ഉണ്ടോ, മേടം രാശി, അതുപോലെ ഒന്നാം ഭാവം. ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് യുറാനസ് വരുമ്പോൾ ഇത് രാഹുവിന്റെ ഒരു എനർജിയാണ്. നമ്മുടെ നാട്ടിലെ ജ്യോതിഷപ്രകാരം യുറാനസിന് രാഹുവിന്റെ ഒരു എനർജിയാണ് കൊടുക്കാറുള്ളത്, അല്ലെങ്കിൽ അതുമായിട്ടാണ് രാഹുവിന്റെ ഒരു എനർജിയാണ് ഇതിനുള്ളത്. ഇത് പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളുടെയും വിപ്ലവങ്ങളുടെയും അപ്രതീക്ഷിതമായ പൊട്ടിത്തെറികളുടെയും ഗ്രഹമാണ്. രാഹുവിന് സമാനമായ എനർജി. മേടൻ രാശി അഗ്നി എലമെന്റ് ആണ്, ഫയർ എലമെന്റ് ആണ്. കടുത്ത ദേഷ്യവും ശാഠ്യവും ഒക്കെയാണ് ഇതിന്റെ സ്വഭാവം. ഒന്നാം ഭാവം ഇത് നിങ്ങളുടെ വീടിന്റെ അല്ലെങ്കിൽ വ്യക്തികളുടെ സ്വഭാവത്തെയും പേഴ്സണാലിറ്റിയെയും മനോഭാവത്തെയുമാണ് കാണിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ എപ്പോഴും വഴക്കാണ്. ആ വഴക്കുകൾ എങ്ങനെയുള്ളതാണ്? പ്ലാൻ ചെയ്തുണ്ടാകുന്നതല്ല. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചെറിയൊരു കാര്യത്തിന് തുടങ്ങി പെട്ടെന്ന് വീട് മൊത്തം കത്തുന്ന രീതിയിൽ വലിയ പൊട്ടിത്തെറിയായി മാറുന്നു. ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ മറ്റേയാൾക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. പരസ്പരം വിട്ടുകൊടുക്കാൻ ആരും തയ്യാറാവുന്നില്ല. വീടിന്റെ പൊതുവായ അന്തരീക്ഷം എപ്പോഴും ഒരു യുദ്ധക്കളം പോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചോദ്യത്തിന് ആസ്ട്രോ ഡയസ് കൃത്യമായ മറുപടിയാണ് തന്നിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഈ പ്രശ്നം കടുത്ത രീതിയിൽ തന്നെ ഉണ്ട്. എന്താണ് ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ വരാൻ കാരണം? നമുക്കിനി ഇതിന് കാരണക്കാർ ആരാണ് എന്നാണ് അറിയേണ്ടത്. അത് നിങ്ങളുടെ വീട്ടിലുള്ളവർ തന്നെയാണോ, അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ആരുടെയെങ്കിലും നെഗറ്റീവ് എനർജിയാണോ ഇതിന് പിന്നിലെന്ന് നമുക്ക് നോക്കണം. അതിന് ടാരോ കാർഡിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സോഡിയാക് സിംബൽസ് ആണിത്, സോഡിയാക് ക്രിസ്റ്റൽസിന്റെ, അതാണ് ഞാൻ ഈ പൗച്ചിലിട്ട് വെച്ചിരിക്കുന്നതാണ്. അത് ഞാനത് നോക്കുന്നില്ല, അതിനെ പിടിച്ചിട്ട് റാൻഡംലി ഈ വിഷയത്തെ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ മനസ്സിൽ ഈ കാര്യത്തെപ്പറ്റി ആലോചിച്ചോളൂ. കൃത്യമായൊരു ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചോളൂ. നിങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആ എനർജി എവിടെ നിന്ന് വരുന്നതാണ്? നിങ്ങളുടെ വീടിനുള്ളിൽ തന്നെയുള്ള ആർക്കെങ്കിലും എനർജിയാണോ, അതോ പുറത്തു നിന്ന് ഉണ്ടാകുന്ന എനർജിയാണോ? ഒരു 4 സയൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കുകയാണ്. ഇതാദ്യം ഇവിടെ വയ്ക്കാം, സൈഡിലിരിക്കട്ടെ. നമുക്ക് കിട്ടിയിരിക്കുന്ന
ചീസ്. ഓക്കെ, അപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്ന സോഡിയാക് സയൻസ് ഇത് കാണുന്നു. ടോറസ്, ലിയോ, സാജിറ്റേറിയസ് ആൻഡ് വിർഗോ. ഇങ്ങനെ 4 സയൻസാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വന്നിരിക്കുന്ന രാശിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് നിങ്ങളുടെ വീട്ടിൽ ഈ തർക്കങ്ങൾ ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ ഉണ്ടാകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ടോറസ് ഇടവം രാശി, അതുപോലെ ലിയോ ചിങ്ങം രാശി, ധനു രാശിയാണ് ഈ സാജിറ്റേറിയസ്, അതുപോലെ തന്നെ കന്നി രാശി വിർഗോ. ഇത് നിങ്ങളുടെ കുടുംബത്തെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് ഞാൻ ആദ്യം വ്യക്തമായിട്ട് പറഞ്ഞുതരാം. 2 തരത്തിലാണ്. ഈ രാശിക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ, നിങ്ങൾ ഉൾപ്പെടെ നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും ഈ പറയുന്ന ഇടവം, ചിങ്ങം, ധനു, കന്നി രാശി വരുന്നുണ്ടെങ്കിൽ നിലവിലെ പ്രശ്നങ്ങളുടെ കേന്ദ്രബിന്ദു അവരാണ്. അവരുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇവിടെ ചിങ്ങവും, അതായത് ലിയോവും സാജിറ്റേറിയസും, ചിങ്ങവും ധനുവും, ഇവരും മേടത്തെ പോലെ തന്നെ അഗ്നിരാശികളാണ്. ഇവരുടെ അമിതമായ വാശിയും താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന ചിന്തയും ഞാൻ പറയുന്നത് മാത്രം മറ്റുള്ളവർ കേട്ടാൽ മതി എന്ന ഈഗോയുമാണ് പ്രശ്നം കൂട്ടുന്നത് ഇവരുണ്ടെങ്കിൽ. അതുപോലെ ഇടവും രാശി, ടോറസും കന്നി രാശിയായിട്ടുള്ള വിർഗോ, ഇത് എർത്ത് സയൻസ് ആണ്, ഭൂമി രാശികളാണ്. ഇവർ മനസ്സിൽ കാര്യങ്ങൾ വെച്ചുകൊണ്ടിരുന്ന് കടുംപിടുത്തം പിടിക്കുന്ന ആളുകളാണ്. കാര്യങ്ങൾ കൃത്യമായി തുറന്ന് സംസാരിക്കാത്തതും പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് കുറ്റപ്പെടുത്തുന്നതുമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രശ്നം. അല്ലെങ്കിൽ ഇവരുടെ ഒരു സ്വഭാവ രീതി ഇങ്ങനെയുള്ള ആളുകളായിരിക്കും. അതുകൊണ്ട് ഈ രാശിക്കാർ വീട്ടിലുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള വാശിയും ഈഗോയുമാണ് നിങ്ങളുടെ വീട്ടിലെ സമാധാനം കളയുന്നത് എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ രാശിക്കാർ എന്ന് പറയുമ്പോൾ ഇതിൽ വരുന്ന നക്ഷത്രങ്ങളുടെ പേര് കൂടി ഞാൻ പറയാം. ഇനി ഈ രാശി വെച്ചിട്ട് നോക്കാൻ, അല്ലെങ്കിൽ അത് വെച്ചിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെടുന്ന പുറത്ത് നിൽക്കുന്ന ആളുകൾക്കോ ഈ നക്ഷത്രങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. കാർത്തിക, രോഹിണി, മകം, പൂരം, അത്തം, മൂലം, പൂരാടം, മകയിരം, ഉത്രം, ഉത്രാടം, ചിത്തിര, ഈ നക്ഷത്രങ്ങളിൽ പെട്ടവരുടെ ഇടപെടലുകളോ എനർജിയോ ആണ് ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ വീട്ടില് ഇങ്ങനെയുള്ള നക്ഷത്രക്കാർ അല്ലെങ്കിൽ രാശിയിൽപ്പെട്ട ആളുകളില്ലെങ്കിൽ അത് നമ്മൾ പ്രത്യേകമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. ഈ 4 രാശിയിലും പെട്ട ആരും നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ അതിനർത്ഥം പുറത്തു നിന്നുള്ള ആരുടെയോ കടുത്ത ഇടപെടലോ ദോഷങ്ങളോ നിങ്ങളുടെ വീടിനെ ബാധിക്കുന്നുണ്ട് എന്നാണ്. നിങ്ങളുടെ ബന്ധുക്കളിലോ അല്ലെങ്കിൽ പരിചയക്കാരിലോ പെട്ട ഈ രാശിയിൽപ്പെട്ട ആരോ ഒരാൾക്ക്, ഞാൻ പറഞ്ഞ നക്ഷത്രങ്ങളുമായിട്ട് ബന്ധം വരുന്ന ആരോ ഒരാൾക്ക് നിങ്ങളുടെ കുടുംബത്തോട് കടുത്ത അസൂയയോ ശത്രുതയോ ഉണ്ട്. ഒന്നെങ്കിൽ അവരുടെ കണ്ണുദോഷം, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ വേണ്ടി മനസ്സിൽ വിചാരിക്കുന്ന കടുത്ത നെഗറ്റീവ് ചിന്തകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രവൃത്തികൾ, ഇതാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്. ഈ ബാഹ്യശക്തികളുടെ സ്വാധീനം കാരണമാകാം നിങ്ങളുടെ വീട്ടിൽ സമാധാനക്കേട് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പ്രശ്നത്തിന്റെ സ്വഭാവവും അതിന് കാരണക്കാരായ എനർജിയും കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ ആഴം എത്രത്തോളം ഉണ്ട്, ഇത് ആഭിചാരമാണോ, ഗ്രഹദോഷമാണോ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെ മുക്തി നേടാം തുടങ്ങിയ കാര്യങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് ടാരോ കാർഡ്സ് എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കുടുംബ പ്രശ്നം എത്രത്തോളം ആഴത്തിലുള്ളതാണ്, നിങ്ങളുടെ വീടിനെ ബാധിച്ചിരിക്കുന്ന ഈ പ്രശ്നം എത്രത്തോളം ആഴത്തിലുള്ളതാണ്. 6 of Wands. ഇത് നമ്മൾ ഡയസിൽ കണ്ട ആ നെഗറ്റീവ് എനർജി നിങ്ങളുടെ കുടുംബത്തെ ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് ബാധിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. ഇൻറ്റ്യൂട്ടീവ്ലി ഫീൽ ചെയ്ത കാർഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ കാർഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. ജസ്റ്റിസ്, ഇതെങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ബാധിച്ചിരിക്കുന്നതെന്നാണ്. ജസ്റ്റിസ്, നൈറ്റ് ഓഫ് പെന്റക്കിൾസ്, 7 of Wands, Ace of Pentacles, Queen of Wands. ഈ കാർഡുകൾ പറയുന്നത് നമുക്ക് എന്തായാലും നല്ല ആശ്വാസകരമായ ഉത്തരമാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ചോദ്യം നമ്മൾ ആസ്ട്രോഡൈസിൽ കണ്ട
അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന തർക്കങ്ങളും പ്രശ്നങ്ങളും അത് നിങ്ങൾ പെട്ടെന്ന് ഒരു പൊട്ടിത്തെറിയായി മാറുന്നതും അനങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒച്ചപ്പാടും ബഹളവും നിസ്സാര കാര്യത്തിൽ തുടങ്ങി വലിയൊരു തർക്കത്തിലേക്ക് പൊട്ടിത്തെറിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് നമ്മൾ അസ്ട്രോടൈസിൽ കണ്ട എനർജി അത് എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്നതാണ് നമ്മൾ ചോദിച്ചത്. അതിന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് 6 ഓഫ് വാൺസ് ആണ്. ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ പ്രശ്നങ്ങളൊന്നും തന്നെ നിങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ പോകുന്ന അത്ര ആഴത്തിലുള്ളതൊന്നുമല്ല. നിങ്ങളുടെ കുടുംബത്തിന് ശക്തമായ ഒരു അടിത്തറയുണ്ട്. പുറമേ വലിയ വഴക്കുകൾ നടക്കുന്നുണ്ടെങ്കിലും കുടുംബത്തിലുള്ളവർക്ക് പരസ്പരം ഉള്ളിൽ സ്നേഹമുണ്ട്. മുൻപ് പല പ്രതിസന്ധികളെയും ഒരുമിച്ച് അതിജീവിച്ച ചരിത്രം നിങ്ങളുടെ കുടുംബത്തിനുണ്ട്. അതുകൊണ്ട് ഈ വഴക്കുകൾ താൽക്കാലികം മാത്രമാണ്. ഇതിനെയെല്ലാം അതിജീവിച്ച് നിങ്ങളുടെ കുടുംബം മുന്നോട്ട് വീണ്ടും വരും, വീണ്ടും ഒരുമിക്കും എന്ന് തന്നെയാണ് ഈ കാർഡുകൾ കാണിക്കുന്നത്. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ, വാക്കുതർക്കങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിലും എന്റെ ശബ്ദം ഒന്ന് ഇടറി, എനിക്ക് തോന്നുന്നു ത്രോട്ട് ചക്രമായിട്ട്, അതായത് പല സംസാരങ്ങൾ വിചാരിക്കാത്ത തരത്തിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, അത് വിഷമിപ്പിക്കുന്നുണ്ടാവും, തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബം വീണ്ടും മുന്നോട്ട് വരും എന്ന് തന്നെയാണ് ഈ കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ നിലവിലുള്ള ആ തർക്ക എനർജി, ആ നെഗറ്റീവ് എനർജി എങ്ങനെയൊക്കെയാണ് നിങ്ങളെ ബാധിച്ചിരിക്കുന്നത്? അത് ആഭിചാരമാണോ ഗ്രഹദോഷമാണോ എന്ന ചോദ്യമാണ് നമ്മൾ രണ്ടാമതായിട്ട് നോക്കിയത്. അതിന് നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡുകൾ ജസ്റ്റിസ്, നൈറ്റ് ഓഫ് പെന്റക്കിൾസ്, 7 ഓഫ് വാൺസ്, ഏസ് ഓഫ് പെന്റക്കിൾസ് ആൻഡ് ക്യൂൻ ഓഫ് വാൺസ് എന്നിവയാണ്. കടുത്ത ആഭിചാര ദോഷങ്ങളോ നെഗറ്റീവ് ശക്തികളോ ഒന്നും തന്നെ കാണുന്നില്ല. പകരം ഇതൊരു ഗ്രഹദോഷവും സാമ്പത്തികവും അല്ലെങ്കിൽ പ്രായോഗികവുമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ടാണ് കാണുന്നത്. ഗ്രഹത്തിന്റെ ഒരു സമയദോഷം എന്ന് പറയുന്ന രീതിയിലാണ് കാണുന്നത്. കാർമികമായിട്ടുള്ള ഒരു വിഷയം, സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട് പെന്റക്കിൾസ് സാമ്പത്തികത്തെയാണ് കാണിക്കുന്നത്, വാൺസ് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പൊ ഇത്തരം സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ പ്രായോഗികമായിട്ടോ പ്രാക്ടിക്കൽ ഇഷ്യൂസ് അതാണ് നിങ്ങളുടെ വീട്ടിലുള്ളത് എന്നാണ് ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ജസ്റ്റിസ് കാർഡ് വന്നിരിക്കുന്നത് കൊണ്ട് ഇതൊരു കർമ്മദോഷം അല്ലെങ്കിൽ ഗ്രഹപ്പിഴയാണ് എന്നാണ്, ആ എനർജിയാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. ഒന്നാമത്തെ ജസ്റ്റിസ് കാർഡ് ഒരു മേജർ ആർക്കാന കാർഡാണ്. അപ്പൊ ഇതിന്റെ ശക്തമായിട്ടുള്ള ഒരു മറ്റു കാർഡുകളെക്കാളും മൈനർ ആർക്കാനേക്കാളും ശക്തിയുള്ള എനർജിയാണ് ഇത് നമുക്ക് നൽകുന്നത്. പ്രപഞ്ച നിയമപ്രകാരം നിങ്ങളുടെ കുടുംബത്തിന് ഇപ്പോൾ ഒരു മോശം സമയം അല്ലെങ്കിൽ ഒരു ടെസ്റ്റിംഗ് പീരീഡ് നടക്കുകയാണ്. ഇത് സാമ്പത്തികമായ ഇടപാടുകൾ, ഭൂമി അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങൾ, വസ്തുവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, പണം കൈകാര്യം ചെയ്യുന്നതിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇവയൊക്കെയാണ് കുടുംബത്തിലെ സമാധാനക്കേടിന് കാരണമെന്നാണ് പറയുന്നത്. അതുപോലെ 7 ഓഫ് വാൺസും ക്യൂൻ ഓഫ് വാൺസും ഇത് അലൈൻമെന്റിൽ തന്നെയാണ് കേട്ടോ. നമ്മൾ ബോധപൂർവം അല്ലെങ്കിൽ പോലും അത് വന്നിരുന്നത് അലൈൻമെന്റിലായിരുന്നു. നമ്മളിങ്ങനെ എടുത്തതാണല്ലോ ഇപ്പൊ നൈറ്റിനെയും ഇതിനെയും. ഓക്കെ, 7 ഓഫ് വാൺസും ക്യൂൻ ഓഫ് വാൺസും നൽകുന്ന എനർജി എന്ന് പറയുമ്പോൾ മേടൻ രാശിയുടെ നമ്മൾ ആദ്യം കണ്ട ഏരീസിന്റെ എനർജിയാണ് ഇത് രണ്ടും നൽകുന്നത്. വീട്ടിലെ സ്ത്രീകൾക്കോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യക്തികൾക്കോ കടുത്ത ഈഗോയും വാശിയും ഉണ്ട് എന്നാണ് ഇത് കാണിക്കുന്നത്. തങ്ങളുടെ നിലപാടുകൾ സംരക്ഷിക്കാൻ വേണ്ടി അവർ പരസ്പരം പോരാടുകയാണ്. ഒരു ഡിഫെൻസീവ് ആറ്റിറ്റ്യൂഡ് വീട്ടിലെ സ്ത്രീകൾക്കുണ്ട്. ആരും വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. എന്തായാലും ഈ ജസ്റ്റിസ് കാർഡ് പറയുന്നത് ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഗ്രഹപ്പിഴയാണ്. പെന്റക്കിൾസ് കാർഡും അതുപോലെ വാൺസ് കാർഡും ഒക്കെ നമ്മളോട് പറയുന്നത് പണസംബന്ധമായ കാര്യങ്ങളും ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയുള്ള നെഗറ്റീവ് ചിന്തകൾ, അതിനു വേണ്ടിയിട്ടുള്ള തത്രപ്പാടിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആകുലതകൾ, അതിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകൾ, ഇതൊക്കെയാണ് വഴക്കിന് കാരണം എന്നുള്ളതാണ്. വാൺസ് കാർഡ് പറയുന്നത് കുടുംബാംഗങ്ങളുടെ വാശി, നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകളുടെ വാശിയുടെ പ്രധാനമായിട്ടും കാണിക്കുന്നു. ക്യൂൻ ഓഫ് വാൺസ് വന്നതുകൊണ്ടാണ് അതിനെ പ്രതിരോധിച്ചു നിൽക്കുന്ന പുരുഷന്മാർ അവിടെയുണ്ട്. ഇതൊക്കെയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നത്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, വീട്ടിൽ ഈ രാശിക്കാർ ഇല്ലെങ്കിൽ പുറമേ ഉള്ള ആളുകളായിരിക്കാം. അങ്ങനെ പുറമേ നിന്ന് ഉള്ള രാശിക്കാരെ അല്ലെങ്കിൽ നക്ഷത്രക്കാരെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കണ്ണീർ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഇതിന് പിന്നിലുണ്ടോ, അവർ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്ന് നമുക്കൊന്ന് ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. മൂൺ, ഈ മൂൺ കാർഡിന്റെ പ്രത്യേകത അറിയാമോ? ടാരോയിൽ ഈ മൂൺ കാർഡ് വരുന്നത് കണ്ണീർ, അസൂയ, ഒളിഞ്ഞിരിക്കുന്ന ശത്രുത, രഹസ്യം, നിഗൂഢമായ നെഗറ്റീവ് എനർജി എന്നിവയെ സൂചിപ്പിക്കുന്നതിനാണ്. നമ്മുടെ ചോദ്യം എന്താണ്? പുറത്തു നിന്നുള്ള ഇടവം, ചിങ്ങം, ധനു, കന്നി എന്നീ രാശിയിൽപ്പെട്ട ആളുകളുടെ, ഞാൻ അവിടെ സൂചിപ്പിച്ച നക്ഷത്രങ്ങളുടെ രോഹിണി, കാർത്തിക, അത്തം, മൂലം തുടങ്ങിയ നക്ഷത്രങ്ങളെ പറ്റി സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ കുറച്ച് നക്ഷത്രങ്ങളെ പറ്റി പറഞ്ഞിരുന്നു. ഇവരുടെയൊക്കെ അല്ലെങ്കിൽ ഈ നക്ഷത്രത്തിലൊക്കെ വരുന്ന ആരുടെയെങ്കിലും ഒരിടപെടൽ പുറത്തു നിന്നുണ്ടാവുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചിരുന്നു.
അതിന് കിട്ടിയ ആൻസർ ഈ 3 ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ രാശിക്കാർ നിങ്ങളുടെ വീട്ടിലില്ലാത്തവരാണെങ്കിൽ പുറമേയുള്ള ഇത്തരം ആളുകളുടെ കടുത്ത കണ്ണീറും അസൂയയും നിങ്ങളുടെ കുടുംബത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന് ഈ കാർഡ് അടിവരയിട്ട് പറയുന്നു. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒരു തർക്കമുണ്ട്, നിങ്ങൾക്ക് സമാധാനക്കേട് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ എന്തോ ഒരു കുഴപ്പം അവിടെയുണ്ട്. വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും സഹിക്കാൻ പറ്റാത്ത, വിട്ടുകൊടുക്കാത്ത ഒരു തർക്കം, ചെറിയ തർക്കം വലിയ തർക്കമായി വലിയ പൊട്ടിത്തെറിയായി മാറുന്നു എന്ന് നമ്മൾ കണ്ട ആ മേടം രാശിയുടെ എനർജിയോടുകൂടി നിൽക്കുന്ന ആ തർക്കം, വീടിന്റെ എനർജി അതാണ്. ഇപ്പോൾ അതൊരു ഗ്രഹപ്പിഴയാണെന്നും അത് താൽക്കാലികമാണെന്നും അത് മാറുമെന്നും പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്ന വിഷയങ്ങൾ ഒരു ആഭിചാരം അല്ല, നെഗറ്റീവ് എനർജി ആകാം. അതെങ്ങനെയാണ് അതിന്റെ ഉള്ളിൽ അനുഭവപ്പെടുന്നത് നോക്കുമ്പോൾ പണസംബന്ധമായ കാര്യങ്ങളെ പറ്റിയും വസ്തു സംബന്ധമായ കാര്യങ്ങളെ പറ്റിയും വീട്ടിലെ സ്ത്രീകളുടെ ഈഗോ മൂലമുണ്ടാകുന്ന ചില പ്രശ്നങ്ങളും കുടുംബത്തെ മൊത്തത്തിൽ പ്രശ്നഭരിതമാക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ കണ്ടു. ഈ പ്രശ്നങ്ങൾ താൽക്കാലികമായിട്ടാണെങ്കിലും ഉണ്ടാകുന്നതിന് അതിനെ ട്രിഗർ ചെയ്യുന്ന ഒരു എനർജിയാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ മൂൺ എനർജി, പുറത്തു നിന്നുണ്ടാകുന്ന ഈ എനർജി. മൂൺ കാർഡ് സൂചിപ്പിക്കുന്നത് ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് നിങ്ങളുടെ മുന്നിൽ വന്ന് വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയും എന്നാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ഐക്യവും സന്തോഷവും കാണുമ്പോൾ ഉള്ളിൽ കടുത്ത അസൂയ വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ചിലർ നിങ്ങളുടെ ഇടയിലുണ്ട്. അവരുടെ ആ നെഗറ്റീവ് ചിന്തകളും കണ്ണീറും, അതായത് നെഗറ്റീവ് വൈബ്രേഷൻസ് ആണ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്. ചിലപ്പോൾ അവർ നേരിട്ട് വന്ന് വഴക്കൊന്നും ഉണ്ടാക്കുന്നുണ്ടാവില്ലായിരിക്കും, പക്ഷെ അവരുടെ ആ ദൃഷ്ടിദോഷം കാരണം, അവരുടെ മനസ്സിന്റെ ഒരു താപമുണ്ടല്ലോ, ആ എനർജി കാരണം നിങ്ങളുടെ വീട്ടിൽ കാരണം ഒന്നുമില്ലാതെ ആളുകൾ തമ്മിൽ തല്ലാൻ തുടങ്ങും. വീട്ടിൽ കയറുമ്പോൾ തന്നെ ഒരു ഭാരവും സമാധാനക്കേടും തോന്നുന്നത് ഇതുകൊണ്ടാണ്. കടുത്ത അഭിചാരം അല്ലെങ്കിലും ഇത്തരം നെഗറ്റീവ് ദൃഷ്ടിദോഷങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ സമാധാനം കെടുത്തുന്നുണ്ട് എന്നാണ് ഈ കാർഡ് പറയുന്നത്. അപ്പൊ അങ്ങനെ പുറത്തുനിന്നുള്ള ഇടപെടലുകൾ ഉണ്ട്. ഇനി വീട്ടിലുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്? അതായത് സ്ത്രീകളുടെ പ്രശ്നം പറഞ്ഞു, അത് പ്രതിരോധിക്കുന്ന പുരുഷന്മാരുണ്ടാവാം എന്ന് പറഞ്ഞു, സാമ്പത്തികമായ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ എന്താണ്, വീട്ടിലുള്ള ആളുകൾ എന്ത് ശ്രദ്ധിക്കണം? അവരുടെ ഏത് സ്വഭാവമാണ് മാറ്റേണ്ടത്? ഇപ്പൊ ഓൾറെഡി തർക്കം നടക്കുന്ന ഒരു സ്ഥലത്ത് സ്വഭാവം മാറ്റാൻ പോയാൽ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. എപ്പോഴെങ്കിലും നല്ല ടേംസിലിരിക്കുന്ന സമയത്ത് അത് അവരോട് സൂചിപ്പിക്കുകയും ചെയ്യാം. അതല്ലാതെ പെട്ടെന്ന് തർക്കമുള്ള ഒരു സ്ഥലത്ത്, ആ ചെറിയ കാര്യങ്ങൾ പോലും തർക്കമായി മാറുന്ന സ്ഥലത്ത് ബുദ്ധിപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ട സമീപനം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇതിനായിട്ട് കിട്ടിയിരിക്കുന്ന കാർഡ്സ്: നൈറ്റ് ഓഫ് കപ്സ്, 9 ഓഫ് സോഡ്സ് കാണാലോ അല്ലേ, 4 ഓഫ് പെന്റക്കിൾസ്, ടവർ കാർഡ്, പേജ് ഓഫ് കപ്സ്, 9 ഓഫ് കപ്സ്, 8 ഓഫ് സോഡ്സ് ആൻഡ് 6 ഓഫ് സോഡ്സ്. ഈ കാർഡുകളാണ്. അപ്പോൾ പുറത്തുള്ളവരുടെ കണ്ണീർ ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഈ കാർഡുകൾ നമ്മളോട് പറയുന്നത്. ഇതിൽ നിന്നും നിങ്ങളുടെ കുടുംബത്തിനുള്ളിലെ വലിയൊരു മാനസികാവസ്ഥയെ കൃത്യമായിട്ട് യൂണിവേഴ്സ് ഇവിടെ വരച്ചു കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ 9 ഓഫ് സോഡ്സും അതുപോലെ തന്നെ 8 ഓഫ് സോഡ്സും ഒക്കെ വരുന്നത്, ഈ രണ്ട് കാർഡുകളും കാണിക്കുന്നത് നിങ്ങളുടെ വീട്ടിലുള്ളവർ അനുഭവിക്കുന്ന കടുത്ത മാനസിക സമ്മർദ്ദത്തെയാണ്. പലരും രാത്രി ഉറക്കമില്ലാതെ വിഷമിക്കുന്നുണ്ട്. എന്തൊക്കെയോ മോശം കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നൊരു അനാവശ്യ ഭയവും ഓവർ തിങ്കിങ്ങും അനാവശ്യ ചിന്തകളും വീട്ടിലെ അംഗങ്ങൾക്കുണ്ട്. നിങ്ങളൊരു കെണിയിൽ അകപ്പെട്ടതുപോലെയാണ് നിങ്ങളുടെ വീട്ടിലെ പലർക്കും തോന്നുന്നത്. ഈ മാനസിക വിഷമം കാരണമാണ് അവർ മറ്റുള്ളവരോട് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത്. ഇത് ഓരോരുത്തർക്കും ഉണ്ട് അവിടെ. ട്രാപ്ഡ് ആയിട്ടുള്ള, ഒറ്റപ്പെട്ട അവസ്ഥ, ട്രാപ്ഡ് ആയിട്ടുള്ള അവസ്ഥ, ഒരു ഇരയാക്കപ്പെട്ട അവസ്ഥ. അതായത് ഞാനൊരു ഇരയാണ്, ഒരു വിക്ടിമാണെന്നൊരു തോന്നൽ, ഭയം, ഉത്കണ്ഠ, അതുപോലെ വല്ലാത്തൊരു പ്രഷർ അനുഭവപ്പെടുന്നു. ചിലപ്പോൾ ചില ആളുകൾക്കെങ്കിലും ഒരു ബ്ലഡ് പ്രഷർ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമുണ്ടാവാം. അതുപോലെ തന്നെ ഒരു നിരാശ അനുഭവപ്പെടുന്നു, സഹായം ഇല്ലാത്തൊരവസ്ഥ ഫീൽ ചെയ്യുന്നു, മാനസികമായിട്ട് ഒട്ടും സന്തോഷമില്ലാത്ത അവസ്ഥ, അതുപോലെ സ്ട്രെസ് വന്നിട്ട് ബ്രേക്കിംഗ് പോയിന്റിലേക്ക് പോകുന്ന ഒരു അവസ്ഥ, മാനസികമായിട്ട്. അതുപോലെ കുറെ കുറ്റബോധങ്ങൾ, റിഗ്രറ്റ്, പഴയ കാര്യങ്ങളെ പറ്റി ഇങ്ങനെ അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഭയം, പിന്നെ ഗോസിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഗോസിപ്പിന് പാത്രമാകുന്ന ഒരു എനർജി. ഇതൊക്കെ അവിടെ നിലനിൽക്കുന്ന സാഹചര്യങ്ങളാണ് നിങ്ങളുടെ വീട്ടിൽ. ഈ 4 ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കാത്ത ഒരവസ്ഥ, അതാണ് ഈ 4 ഓഫ് പെന്റക്കിൾസ് കാണിക്കുന്നത്. അതുപോലെ തുറന്നു പറയാത്ത രഹസ്യങ്ങളും സൂചിപ്പിക്കുന്ന കാർഡാണിത്.
കുടുംബാംഗങ്ങൾ പരസ്പരം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നില്ല എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. എല്ലാവരും അവരവരുടെ മനസ്സിൽ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നു. പൊസസീവായിട്ടോ അല്ലെങ്കിൽ സീക്രട്ടീവായിട്ടോ പെരുമാറും. പണത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റ് വ്യക്തിപരമായ കാര്യങ്ങളിലോ ഒരു സുതാര്യത കുറവുണ്ട് ആ വീടിനുള്ളിൽ. പരസ്പരം വിശ്വാസമില്ലായ്മയുണ്ട്. അതുപോലെ ബന്ധങ്ങൾ പിടിച്ചു വയ്ക്കാനുള്ള ഒരു ശ്രമം. അമ്മ മകൻ എന്റെയാണെന്ന് പിടിച്ചു വയ്ക്കുന്ന ഒരു രീതി. ഭാര്യ അതെന്റെ ഭർത്താവാണ് എന്ന ഒരു പൊസഷൻ, ഒരു പൊസസീവായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ. പഴയ പ്രശ്നങ്ങളിൽ മുറുകെ പിടിക്കുന്ന ഒരു അവസ്ഥ. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടാവാം, പക്ഷെ അത് മുറുകെ പിടിക്കുന്ന, അവരവർ ചേർത്ത് വെക്കുന്ന അവസ്ഥ, ഒരു കൂട്ടായ്മ ഇല്ലാത്ത പോലത്തെ ഒരു അവസ്ഥ. ടവർ കാർഡ് വരുമ്പോൾ തന്നെ അറിയാം, അപ്രതീക്ഷിതമായ ഈഗോ സംബന്ധമായ പൊട്ടിത്തെറികൾ നമ്മൾ ആദ്യം കണ്ടല്ലോ. ആദ്യം വന്ന എനർജി നമ്മളോട് പറഞ്ഞത് യുറാനസ്, മേഡം, അതുപോലെ തന്നെ ഒന്നാം ഭാവം വന്നപ്പോൾ നമ്മൾ കണ്ടതാണത്. യുറാനസും മേഡവും തമ്മിലുള്ള എനർജിയിൽ നമ്മൾ കണ്ടതാണ് ഒരു ടവർ എഫക്ട്. അത് കാണിച്ചു തന്നിരുന്നു. മനസ്സിൽ കാര്യങ്ങൾ വെച്ചുകൊണ്ടിരുന്ന ഒടുവിൽ ചെറിയൊരു കാര്യത്തിന് അത് വലിയൊരു പൊട്ടിത്തെറിയായി മാറുന്ന ഒരവസ്ഥ. പൊട്ടിത്തെറിയാണ് ഇവിടെ കാണിക്കുന്നത്. പരസ്പരം മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് വലിയ വഴക്കായി മാറുന്നതാണ്. ഉണ്ടോ? അതെല്ലാം തകരുന്നു. ആർക്കും ഒരു ഗുണം ഉണ്ടാകുന്നില്ല അവിടെ. ഇതവിടെ നിലനിൽക്കുന്ന ഒരവസ്ഥയാണ് വീട്ടിലെ ആളുകളുടെ ഇടയിൽ. ഇവിടെ നമുക്ക് പോസിറ്റീവായിട്ട് വന്നിരിക്കുന്ന കാർഡുകളാണ് ബാക്കിയുള്ള കാർഡുകൾ. അതൊരു ആശ്വാസം നൽകുന്ന കാർഡാണ്. നൈറ്റ് ഓഫ് കപ്സ്, പേജ് ഓഫ് കപ്സ്, 9 ഓഫ് കപ്സ്, ഈ 3 കപ്സ് എനർജീസും ആശ്വാസം നൽകുന്ന കാർഡുകളാണ്. അതായത് അതുപോലെ തന്നെ ഇവിടെ 6 ഓഫ് സോർഡ്സ് വന്നിരിക്കുമ്പോൾ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പതുക്കെ ഒഴിഞ്ഞു മാറി അകന്നു പോകുന്ന അതായത് ശാന്തമായ ഒരു, പ്രശ്നങ്ങളിൽ നിന്ന് അകന്ന് ശാന്തമായ ഒരു തീരത്തേക്ക് പോകുന്ന ഒരു എനർജിയാണ്. അങ്ങനെ ഒരു ശാന്തത. പ്രശ്നങ്ങളിൽ നിന്ന് ആരോ ഒരു അമ്മയും കുട്ടിയും, ഒരു മുതിർന്ന സ്ത്രീയും ഒരു ചെറിയ കുട്ടിയും, അവർ ഈ സാഹചര്യത്തിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. ചിലപ്പോൾ അവർ ഈ സ്ഥലത്ത് നിന്ന് മാറിപ്പോകുന്നുണ്ട്. അങ്ങനെ മാറിപ്പോയാൽ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളൊന്നും മാറുമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കാം ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത്. വീട് വിട്ടു പോകുന്നു എന്ന് തന്നെ അല്ല അർത്ഥം. അങ്ങനെയും ഉണ്ടാവാം, അങ്ങനെയും ഇതിനെ പറയാം. എന്തായാലും പ്രശ്നങ്ങൾ മാറി ഒരു പോസിറ്റീവായിട്ട് ഒരു കൂട്ടായ്മയുടെ ഒരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ഇവിടെ കാണുന്നത്. ഈ നൈറ്റ് ഓഫ് കപ്സ് എനർജി കാണിക്കുന്നത് ഈ നിങ്ങളുടെ കുടുംബത്തിലെ സ്നേഹത്തിന്റെ അടിയൊഴുക്കിനെയാണ് കാണിക്കുന്നത്. സ്നേഹത്തിന്റെ ഒരു ഒഴുക്കിനെ. അതായത് നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോഴും പരസ്പരമുള്ള സ്നേഹവും തമ്മിലുള്ള താല്പര്യവും ദയയും കരുണയും ഒന്നും പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടില്ല. പുറമെ എത്രയൊക്കെ വഴക്കുണ്ടാക്കിയാലും കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു വിഷമം വന്നാൽ ഓടിയെത്താൻ മനസ്സുള്ള ആളുകൾ അവിടെയുണ്ട്. മനസ്സിൽ ഒരുപാട് നല്ല ആഗ്രഹങ്ങളുള്ള, സമാധാനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, പ്രത്യേകിച്ച് അതൊരു യുവാവാവാം, ഒരു പുരുഷൻ എനർജി ഈ കുടുംബത്തിലുണ്ട്. സമാധാനത്തിന്റെ ഒരു സന്ദേശവുമായി ഈ പ്രശ്നങ്ങൾ മാറ്റാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. പേജ് ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത് ഒരു പുതിയ തുടക്കത്തെയും കുട്ടിക്കാലത്തെ പോലെയുള്ള ശുദ്ധമായ മനസ്സിനെയുമാണ് കാണിക്കുന്നത്. വീട്ടിൽ നടക്കുന്ന വലിയ വഴക്കുകൾ കണ്ട് മനസ്സുമടുത്ത കുട്ടികളോ അല്ലെങ്കിൽ വീട്ടിലെ പ്രായം കുറഞ്ഞ വ്യക്തികളെയാണ്, വീട്ടിലെ കുട്ടികളായിരിക്കാം ഇതിൽ കാണിക്കുന്നത്. വീട്ടിലുള്ള പ്രായം കുറഞ്ഞ വ്യക്തികൾ. വലിയവരുടെ ഈഗോയും വഴക്കും കാരണം ഇവരുടെ മനസ്സാണ് ഏറ്റവും കൂടുതൽ വേദനിക്കപ്പെടുന്നത്. എന്നാൽ ഈ കാർഡ് ഒരു നല്ല സൂചനയും തരുന്നുണ്ട്. ഒരു ചെറിയ മാറ്റം അല്ലെങ്കിൽ ഒരു നല്ല വാക്കുമതി നിങ്ങളുടെ കുടുംബത്തിലെ വലിയ വഴക്കുകൾ പതുക്കെ അലിഞ്ഞ് ഇല്ലാതാകാൻ. പരസ്പരം ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് ഇപ്പോഴും അവിടെ ബാക്കിയുണ്ട്. 9 ഓഫ് കപ്സ് ഇത് വിഷ് കാർഡാണ്. ആഗ്രഹ സാഫല്യത്തിന്റെ കാർഡാണ്. ഈ സ്പ്രെഡിലെ ഏറ്റവും മനോഹരമായ ഒരു കാർഡുമാണിത്. ഈ കാർഡ് നൽകുന്ന സൂചന നിങ്ങളുടെ കുടുംബം ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകൾക്കും തർക്കങ്ങൾക്കും എല്ലാം ഒടുവിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള സമാധാനവും സന്തോഷവും ആ കുടുംബത്തിലേക്ക് തിരികെ വരും. കുടുംബത്തിലെ എല്ലാവരുടെയും ഉള്ളിലെ ഏറ്റവും വലിയ ആഗ്രഹം ഈ വഴക്കുകളൊക്കെ മാറി സമാധാനമായി ജീവിക്കണം എന്ന് തന്നെയാണ്. ആ ആഗ്രഹം യൂണിവേഴ്സ് സാധിച്ചു തരും. സാമ്പത്തികമായ അഭിവൃദ്ധിയും ഒപ്പം മനസ്സിന് സംതൃപ്തിയും തരുന്ന ഒരു നല്ല കാലം ഈ പ്രതിസന്ധികൾക്ക് ശേഷം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. 6 ഓഫ് സോർട്സ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിരന്തരം വഴക്കുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി കൊണ്ടുവരുന്നതോ ആയിട്ടുള്ള ചില ആളുകൾ, അത് ചിലപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളായിരിക്കാം, വീട്ടിൽ വന്നു നിൽക്കുന്ന ബന്ധുക്കളോ അല്ലെങ്കിൽ തർക്കങ്ങൾക്ക് കാരണമായിട്ടുള്ള മറ്റാരെങ്കിലുമോ ആകാം. അവർ നിങ്ങളുടെ വീട്ടിൽ നിന്നും സ്വയം, വേറെ തർക്കമൊന്നും ഉണ്ടായിട്ടല്ല, സ്വയം തന്നെ ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉടൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവർ മാറുന്നതോടെ വീട്ടിലെ പകുതി പ്രശ്നങ്ങളും അവസാനിക്കുമെന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സൂചന. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഈ വീട്ടിലെ സമാധാനക്കേടും വഴക്കും കാരണം മനസ്സുമെടുത്ത് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയോടും കുട്ടികളോടുമൊപ്പം ആ പ്രശ്നങ്ങളിൽ നിന്നും മാറി മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാനും സാധ്യതയുണ്ട്. അത് വലിയ തർക്കങ്ങളിലൂടെ ഒരു തർക്കം ഉണ്ടാക്കി ഇറങ്ങി പോകുന്നത് തന്നെ ആവണമെന്നില്ല.
ജോലിയുടെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ സമാധാനം ആഗ്രഹിച്ച് നിങ്ങൾ തന്നെ മാറുന്നതായിരിക്കാം. അങ്ങനെ മാറി നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ശാന്തതയും സമാധാനവും തിരിച്ചു കിട്ടുമെന്നും ഈ കാർഡ് ഉറപ്പിച്ചു പറയുന്നു. എന്തായാലും ഒരു കലുഷിതമായ അവസ്ഥയിൽ നിന്നും, വഴക്കുകളിൽ നിന്നും ഒരു മാറ്റം അനിവാര്യമാണ്. ഒന്നുകിൽ പ്രശ്നക്കാർ മാറും, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം മാറി ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തും. എന്തായാലും ഈ മാറ്റം നിങ്ങളുടെയും കുട്ടികളുടെയും ഭാവിക്ക് വളരെ നല്ലതാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി പോകുന്നതായിട്ട് ഇവിടെ നമുക്ക് സൂചന ലഭിക്കുന്നുണ്ട്. ഈ കാർഡ്സ് ഒന്ന് നമ്മൾ നോക്കിയ കാർഡ്സ് ഒന്ന് ഒതുക്കി ഇവിടെ വെക്കാം. കാരണം ഇനി എടുക്കും തോറും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നുകൊണ്ടേയിരിക്കാൻ സാധ്യതയുണ്ട്. എല്ലാം കൂടി ക്ലബായി പോകാതിരിക്കാനാണ്. ഓക്കെ, ഈ തർക്കങ്ങളുടെയും ദോഷങ്ങളുടെയും ഒക്കെ പ്രശ്നങ്ങളുടെ യഥാർത്ഥ റൂട്ട് കോസ്, യഥാർത്ഥ കാരണം, അല്ലെങ്കിൽ അതിന്റെ ഒരു കഴിഞ്ഞകാല സ്വാധീനം എന്താണ്? റൂട്ട് കോസ് എന്താണ്? റൂട്ട് കോസ് 5 കാർഡാണത് തോന്നുന്നത്. ഇത് ഒരു കാര്യം കൂടി, ഇത് എപ്പോൾ മുതലാണ് ഈ കുടുംബത്തിലേക്ക് ബാധിച്ചത്, അല്ലെങ്കിൽ ആ ഒരു വിഷയം നിങ്ങളുടെ കുടുംബത്തെ ബാധിക്കാൻ വേണ്ടി തുടങ്ങിയത് എപ്പോൾ മുതലാണ്? ആദ്യത്തെ കാര്യം ആദ്യം തന്നെ നോക്കാം. Ace of Wands, 2 of Cups, 4 of Cups, 2 of Pentacles, Knight of Swords. ഇനി ഇത് എപ്പോൾ മുതലാണ് നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ച് തുടങ്ങിയത്? ജീവിതത്തെ ബാധിക്കുന്ന ഒരു, അതായത് കുടുംബത്തിലെ വഴക്കായിട്ട് കുടുംബത്തിലേക്ക് എനർജി എന്നാണ് ബാധിച്ചു തുടങ്ങിയത് എന്നാണ് നമ്മൾ നോക്കുന്നത്. കിങ് ഓഫ് സോർഡ്സ്, ഹയറഫന്റ്, 5 ഓഫ് വാൺസ്, എംപറർ, 4 ഓഫ് വാൺസ്. ഇതാണ് അതിന് കിട്ടിയിരിക്കുന്ന കാർഡ്സ്. ഈ പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം, റൂട്ട് കോസ് എന്താണെന്ന് നമ്മൾ നോക്കിയപ്പോൾ ഈ കാർഡുകൾ കാണിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പ്രയാസമുള്ള, എന്നാൽ തികച്ചും സത്യമായ ഒരു കാര്യമാണ്. അതായത് വളരെ നല്ലൊരു തുടക്കത്തിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം. ഇവിടെ ഏസ് ഓഫ് വാൺസ് തുടക്കത്തെയാണ് കാണിക്കുന്നത്. 2 ഓഫ് കപ്സ്, അതായത് വളരെ നല്ലൊരു ഒത്തുചേരൽ അല്ലേ? അതൊരു ബിസിനസിന്റെ ആവാം, ഒരു കൂട്ടായ്മയാകാം, ഒരു വിവാഹമാകാം. അതായത് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങിയപ്പോഴോ, ഒരു പുതിയ ജോലി ലഭിച്ചപ്പോഴോ, അല്ലെങ്കിൽ ഒരു വിവാഹം നടന്ന് പുതിയൊരു വ്യക്തി കുടുംബത്തിലേക്ക് വന്നപ്പോഴോ ആണ് ഇതിന്റെയൊക്കെ തുടക്കം. ആ സമയത്ത് കുടുംബത്തിൽ വലിയ സന്തോഷവും ഐക്യവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു പുതുമ, ഈ ഒരു നല്ല തുടക്കം, വളരെ നല്ല തുടക്കമായിരുന്നു. അതോടുകൂടി പ്രശ്നവും ആരംഭിച്ചു എന്ന് പറയാം. അതായത് വീട്ടിലെ സ്ത്രീകൾ തമ്മിൽ ചില സ്വാരസ്യങ്ങളും നമ്മൾ ആദ്യം കണ്ടിരുന്നല്ലോ. പുതിയൊരു സ്ത്രീ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ വീട്ടിലുള്ള സ്ത്രീ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളായിരിക്കാം. ബിസിനസ് തുടങ്ങിയപ്പോൾ സാമ്പത്തികമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കാം. ജോലി കിട്ടിയപ്പോൾ ഉണ്ടായ കാര്യമായിരിക്കാം. ഇതെല്ലാം ആയിരിക്കാം. ഓരോ തവണയും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. 4 ഓഫ് കപ്സും 2 ഓഫ് പെന്റക്കിൾസും പറയുന്നത് ആ നല്ല സമയത്ത് വന്ന ചില നല്ല അവസരങ്ങളെ കുടുംബത്തിലുള്ളവർ വേണ്ടതുപോലെ ഉപയോഗിച്ചില്ല, അല്ലെങ്കിൽ അവഗണിച്ചു എന്നാണ്. അലംഭാവം ഉണ്ടായി പല കാര്യങ്ങൾക്കും. സാമ്പത്തികമായ അസ്ഥിരത ഉണ്ടായിരുന്നു. കാര്യങ്ങൾ ബാലൻസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടി. നല്ല ഓപ്പർച്യൂണിറ്റീസ് വന്നത് വേണ്ട രീതിയിൽ എടുത്തില്ല. പലതും നിരസിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു നിശ്ചലാവസ്ഥ ഉണ്ടായിരുന്നു. ഒരു ഡിപ്രഷൻ, ഒരു നൊസ്റ്റാൾജിയയിൽ നിൽക്കുന്ന ഒരു അവസ്ഥ, അങ്ങനെയൊക്കെ ഒരു മടുപ്പ് അനുഭവപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ കാണിച്ചിരുന്നു. പിന്നീട് വന്ന സാമ്പത്തികമായ ചില കയറ്റിറക്കങ്ങളും പണം കൈകാര്യം ചെയ്യുന്നതിലെ ബാലൻസ് ഇല്ലായ്മയും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി. അതാണ് കാരണം. ഈ നൈറ്റ് ഓഫ് സോർട്സ് പെട്ടെന്നുണ്ടായ വാക്കേറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിനിടയിൽ ആരോ ഒരാൾ എടുത്തുചാടി സംസാരിക്കുകയും ചിന്തിക്കാതെ എടുത്ത ചില തീരുമാനങ്ങളും മൂർച്ചയേറിയ വാക്കുകളും കാരണം കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴാൻ തുടങ്ങി. ഇവിടെ ഈ പറയുന്ന നൈറ്റ് ഓഫ് സോർട്സ് എനർജിയുള്ള ആള്, ഇവിടെയാണ് വലിയ മാറ്റങ്ങൾ സംഭവിച്ചത്. അതായത് ഭയങ്കര ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു എനർജിയാണിത്. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രത്യേക സമയത്ത് ആരോ ഒരാൾ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ എടുത്തു ചാടി ചില തീരുമാനങ്ങൾ എടുത്തു എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. അവരുടെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന് വെച്ചാൽ നല്ല മൂർച്ചയേറിയ നാവാണ്. അതായത് അവർക്ക് ദേഷ്യം വന്നാൽ പിന്നെ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് നോക്കില്ല. മറ്റുള്ളവരുടെ മനസ്സ് തകരുന്ന രീതിയിലുള്ള കടുത്ത വാക്കുകൾ അവർ പ്രയോഗിക്കും. ആ വാക്കുകൾ ഉണ്ടാക്കിയ മുറിവാണ് ഇന്നും ആ കുടുംബത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ വിള്ളലായി നിൽക്കുന്നത്.
ക്ഷമയില്ലായ്മ. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ ഇവർക്കൊട്ടും ക്ഷമയില്ല. താൻ വിചാരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ നടക്കണമെന്ന വാശിയുള്ള ആളാണിത്. ഈ വ്യക്തി വീട്ടിലുള്ള ആളാകാം, അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെട്ട പുറത്തു നിന്നുള്ള ഒരു വ്യക്തിയാകാം. ഈ വ്യക്തിയുടെ എടുത്തുചാട്ടമാണ് അല്ലെങ്കിൽ ഇടപെടൽ ഈ വ്യക്തിയുടെ ഒരു ഇമ്പൾസീവ്നെസ് ആണ് നല്ല അന്തരീക്ഷത്തെ, ആ കുടുംബത്തിലെ നല്ല അന്തരീക്ഷത്തെ തകർത്തത്. നമുക്ക് ആ വ്യക്തി ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ കാർഡ് കൂടി എടുത്താലോ? അതായത് ആ വ്യക്തി ആരാണെന്ന് അറിയണം നമുക്ക്. 2 കാർഡാണ് കിട്ടിയിരിക്കുന്നത്. 6 ഓഫ് പെന്റക്കിൾസ്, പേജ് ഓഫ് പെന്റക്കിൾസ്. ഇത് പണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണല്ലോ. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും കടം വാങ്ങിയിട്ട് പണം തിരിച്ചു തരാത്തൊരു വ്യക്തിയോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം ആർക്കെങ്കിലും പണം കൊടുക്കാനുണ്ടെങ്കിൽ ആ തുകയെ ചൊല്ലി തർക്കമുണ്ടാക്കിയ ഒരാളോ, ഒരു കൊടുക്കൽ വാങ്ങലുകളുമായി ബന്ധപ്പെട്ട അസ്വസ്ഥത തോന്നിയ ഒരാള്, പണത്തിന്റെ കാര്യത്തിൽ തർക്കമുണ്ടാക്കിയ വ്യക്തിയാണ്. ഇതൊരു സാമ്പത്തിക ഇടപാടിന്റെ പുറത്തുണ്ടായ പ്രശ്നമാണ്. പണത്തിന്റെ വിഹിതം വെക്കുന്നതിലോ സ്വത്ത് തർക്കത്തിലോ അല്ലെങ്കിൽ ബിസിനസ് പങ്കാളിത്തത്തിലോ ആണ് ഈ വ്യക്തി നിങ്ങളുടെ കുടുംബവുമായി കടുത്ത വാഗ്വാദത്തിൽ ഏർപ്പെട്ടത്. പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയുടെ സ്വാധീനമാണ് ഇവിടെ കാണുന്നത്. പേജ് വന്നിരിക്കുന്നതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെട്ട താരതമ്യേന പ്രായം കുറഞ്ഞൊരു വ്യക്തി, അതായത് നിങ്ങളുടെ കുടുംബത്തിലുള്ള ആ കുടുംബത്തിലെ മകൻ, മകൾ, അല്ലെങ്കിൽ പുതിയൊരു തുടക്കക്കാരനാകാം. ഈ പ്രായം കുറഞ്ഞ വ്യക്തിയുടെ സാമ്പത്തികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ ഭാവിയെ ചൊല്ലിയോ ആണ് ഈ സമയത്ത് വലിയൊരു തർക്കം നടന്നത്. ഈ പ്രശ്നം ഉണ്ടാക്കിയത് പുറത്തു നിന്നുള്ള വെറുമൊരു ശത്രുവല്ല, അല്ലെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ടല്ല. പണമിടപാടുകളിലോ ബിസിനസ്സിലോ അല്ലെങ്കിൽ കുടുംബ സ്വത്ത് വീതം വെക്കുന്നതിലോ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിന്ന് സാമ്പത്തിക കാര്യങ്ങളിൽ കടും പിടുത്തം പിടിച്ചൊരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പെട്ടെന്നുള്ള ദേഷ്യവും പണത്തോടുള്ള വാശിയും നിങ്ങളുടെ കുടുംബത്തിൽ ഇന്നുണ്ടാകുന്ന ഇന്നത്തെ അവസ്ഥയ്ക്ക് ആദ്യത്തെ ഒരു ഒരു തറക്കല്ലിട്ടു എന്ന് പറയുന്നത് പോലെ ആദ്യത്തെ ഒരു ചുവട് വെച്ച ഒരു സാഹചര്യം ആ വ്യക്തിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നതാണ്. ആ വ്യക്തി നമ്മളിവിടെ പറഞ്ഞു ഒരു പുതിയ എന്തോ ഒരു കാര്യം തുടങ്ങിയപ്പോൾ, ഒരു സംരംഭം തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ വിവാഹം, ജോലി എന്നിവ തുടങ്ങിയപ്പോഴോ, അല്ലെങ്കിൽ സാമ്പത്തിക അസ്ഥിരതയും മടുപ്പും ഉണ്ടായ വേണ്ട അവസരങ്ങൾ സ്വീകരിക്കാതിരുന്നപ്പോഴോ, എടുത്തുചാടി സംസാരിച്ചപ്പോഴോ, പണം വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം, അവകാശ തർക്കമായിരിക്കാം, അല്ലെങ്കിൽ ഷെയറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമായിരിക്കാം, അവിടെ ഒരു വിഷയം ഉണ്ടായി എന്ന് പറയുന്നു. അതാരാണ്? ആ വീട്ടിൽ ഉള്ള രക്തബന്ധുക്കൾ തമ്മിലുള്ള വിഷയമാണോ, അല്ലെങ്കിൽ വിവാഹം വഴിയോ മറ്റോ പുറത്തുനിന്ന് വന്ന വ്യക്തി, ആ വ്യക്തിയാണോ വിഷയം ഉണ്ടാക്കിയത്? രക്തബന്ധുക്കൾ ആയിട്ടുള്ള ആരെങ്കിലും ആണോ വിഷയം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ആ വ്യക്തിയെ കുറിച്ച് സൂചന കൂടുതൽ ലഭിക്കേണ്ടതുണ്ട്. കാരണം അതൊരു വിവാഹം വഴിയോ ബിസിനസ് പങ്കാളിത്തം വഴിയോ ജോലി വഴിയോ അങ്ങനെ എന്തോ ഒരു നല്ല സമയത്തുണ്ടായ ഒരു വിഷയമാണെന്ന് പറയുന്നു. ഷെയറുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമാണെന്ന് പറയുന്നു. ആരാണ് ആ വ്യക്തി? ആ കുടുംബത്തിലെ അച്ഛൻ, അമ്മ, മക്കൾ എന്ന എനർജിയിൽ വരുന്ന ആളുകളാണോ, അല്ലെങ്കിൽ വിവാഹം കഴിച്ച ആ കുടുംബത്തിലേക്ക് വന്നിട്ടുള്ള വ്യക്തിയാണോ? ആരാണ് യഥാർത്ഥത്തിൽ പ്രശ്നം ഉണ്ടാക്കിയത്? പ്രശ്നത്തിന്റെ എനർജി, ആ നെഗറ്റീവ് എനർജിയുള്ള വ്യക്തി ആരാണ്? ഓക്കെ, നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു ചോദ്യത്തിലാണ്. അതായത് നമ്മൾ ഇതിൽ കണ്ട എനർജി ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് എടുത്തു പോവുകയാണ്. വീഡിയോയുടെ ലെങ്ത് നന്നായിട്ട് കൂടുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഒരു വിഷയത്തെ പറ്റി നമ്മൾ ആരംഭിച്ചിട്ട് നിങ്ങൾക്കൊരു കൺഫ്യൂഷനിൽ കൊണ്ട് നിങ്ങളെ നിർത്തരുതെന്ന് വിചാരിച്ചിട്ടാണ് ഡീപ്പായിട്ട് നമ്മൾ നോക്കുന്നത്. അതായത് ആ വീട്ടിൽ ഉള്ള രക്തബന്ധത്തിൽപ്പെട്ട ആളുകളിൽ ആരെങ്കിലും ആണോ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ റോൾ എന്താണെന്ന് അറിയില്ല. നിങ്ങൾ ആ വീട്ടിൽ വിവാഹം കഴിച്ച് കയറി ചെന്ന വ്യക്തിയാണോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട അതേപോലെ തന്നെ വിവാഹം കഴിച്ച് കയറി വന്ന വേറെ ഏതെങ്കിലും വ്യക്തി, നിങ്ങളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമോ കാരണമാണോ എന്നുള്ളതാണ് 4 ഓഫ് സോർട്സ് ആൻസർ ചെയ്യുന്നത്. വീട്ടിൽ തന്നെയുള്ള ആ വീട്ടിലെ രക്തബന്ധത്തിൽപ്പെട്ട അച്ഛൻ, അമ്മ, മക്കൾ തുടങ്ങിയ ബന്ധമുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകളാണോ എന്നുള്ളതാണ് 5 ഓഫ് സോർട്സ് ആൻസർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലി തർക്കമുണ്ടായെന്ന് കണ്ടു. എന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് കാരണക്കാരായ ആ വ്യക്തി ആ വീട്ടിലുള്ള അച്ഛൻ, അമ്മ, മക്കൾ എന്നിവരിൽ പെട്ടവരാണോ, അതോ വിവാഹം കഴിഞ്ഞ ആ വീട്ടിലേക്ക് കയറി വന്ന വ്യക്തിയാണോ എന്ന് നമുക്ക് നോക്കാം. ഈ കാർഡ് പറയുന്നത് വീട്ടിലുള്ള അച്ഛൻ, അമ്മ, മക്കൾ
തമ്മിലുള്ള പ്രശ്നമാണ്, അതാണ് സജീവം എന്നാണ്. അതായത് കയ്യിൽ വാളുകളുമായി നിൽക്കുന്ന എങ്ങനെയെങ്കിലും ജയിക്കണമെന്ന് വാശിയുള്ള ഒരു വ്യക്തിയുടെ ചിത്രമാണിത്. ഈ കാർഡ് വന്നിരിക്കുന്നത് സ്വന്തം കുടുംബാംഗങ്ങളുടെ സ്ഥാനത്താണ്. അതായത് നിങ്ങളുടെ വീട്ടിലെ, അതായത് രക്തബന്ധം ഉള്ള ആ വീട്ടിലെ രക്തബന്ധുക്കളുടെ ഇടയിൽ തന്നെയാണ് ഈ പ്രശ്നത്തിന് ഒരു കൂടുതൽ ആക്കം കാണുന്നത്. അതായത് അച്ഛൻ, അമ്മ അല്ലെങ്കിൽ മക്കൾ എന്നിവരിൽപ്പെട്ടവർ തമ്മിലുള്ള പ്രശ്നമാണ്. അവർക്ക് മറ്റുള്ളവരെക്കാൾ വലിയ ഈഗോയും വാശിയുമുണ്ട്. അവർ പറയുന്നത് മാത്രമാണ് ശരി, എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടണം എന്ന തരത്തിലുള്ള ചിന്താഗതി ആ രക്തബന്ധത്തിലുള്ള വ്യക്തികൾക്ക് ഉള്ളതായിട്ട് കാണാം. ആ വാശിയാണ് വീടിനെ യുദ്ധക്കളമാക്കുന്നത്. ഇനി പുറത്തുനിന്ന് വന്ന വ്യക്തിയാണോ എന്ന് ചോദിച്ചാൽ വിവാഹം വഴി പുറത്തുള്ള വ്യക്തിയല്ല. അപ്പോ വീട്ടിലേക്ക് കയറി വരുന്ന വ്യക്തി വീട്ടിലെ വ്യക്തിയാകും. പക്ഷെ ഭർത്താവ്, ഇൻലോസ് ഒക്കെ ആയിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ രക്തബന്ധമല്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നോക്കുന്നത്. വിവാഹം വഴി ആ വീട്ടിലേക്ക് കടന്നു വന്ന വ്യക്തിയാണോ ഈ പ്രശ്നത്തിന് കാരണം എന്ന് ചോദിച്ചാൽ അവർ നിശബ്ദരാണ്, അല്ലെങ്കിൽ ഒരു ഇരയാണ് എന്നാണ് ഇതിൽ പറയുന്നത്. വിവാഹം വഴി വന്ന വ്യക്തിയുടെ സ്ഥാനത്ത് ഈ കാർഡ് വന്നിരിക്കുന്നത് ഒരു നിശബ്ദതയുടെ, വിശ്രമത്തിന്റെ, അല്ലെങ്കിൽ കൈകൾ കെട്ടി നോക്കി നിൽക്കുന്ന അവസ്ഥയുടെ കാർഡാണ്. പലരും ചിലപ്പോൾ വീട്ടിലേക്ക് ഒരു മരുമകളോ മരുമകനോ ഒക്കെ കടന്നു വരുമ്പോൾ അവരാണ് പ്രശ്നക്കാർ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം. പക്ഷെ ഇവിടെ അതല്ല കാണിക്കുന്നത്. ആ വ്യക്തി പ്രശ്നങ്ങൾ കണ്ടു മടുത്ത് അല്ലെങ്കിൽ ഒന്നും മിണ്ടാൻ കഴിയാതെ മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അവർ ഒന്നിനും ഇടപെടാതെ നിശബ്ദരായി പ്രാർത്ഥനയോടെ ഇരിക്കുകയാണെന്നുള്ളതാണ്. അവർ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരല്ല എന്തായാലും. പക്ഷെ അതിൽ ഈ സാഹചര്യത്തിൽപ്പെട്ട് മാനസികമായി ഒത്തിരി വേദനിക്കുന്ന വ്യക്തികളാണ് വിവാഹം വഴി നിങ്ങളുടെ കുടുംബത്തിലേക്ക്, ആ വീട്ടിലേക്ക് കടന്നു വന്നിട്ടുള്ള വ്യക്തികൾ എന്നുള്ളതാണ്. എന്തായാലും ആ വീട്ടിലെ പ്രശ്നം ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ആളുകൾ ക്രിയേറ്റ് ചെയ്ത പ്രശ്നങ്ങളാണ്, അല്ലാതെ പുറമേ നിന്ന് വന്ന് ആരും ഉണ്ടാക്കിയ പ്രശ്നങ്ങളല്ല. ഇനി ഈ പ്രശ്നങ്ങൾ എപ്പോൾ മുതലാണ് ആ കുടുംബത്തിലേക്ക് കയറിയതെന്ന് നമ്മൾ നോക്കി. അതായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആ വീട്ടിലേക്ക്, ആ നെഗറ്റിവിറ്റി അത് രൂക്ഷമായിട്ട് ആ വീടിനെ ബാധിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ് എന്ന് നോക്കിയപ്പോൾ നമുക്ക് ലഭിച്ചതാണ് കിങ് ഓഫ് സോർട്സ്, ഹയറഫന്റ്, 5 ഓഫ് വാണ്ട്സ്, എംപറർ, 4 ഓഫ് വാണ്ട്സ് എന്നീ കാർഡുകൾ. ഇതിൽ ഹയറഫന്റും 4 ഓഫ് വാണ്ട്സും വിവാഹം അല്ലെങ്കിൽ കുടുംബ ചടങ്ങുകളെ പറ്റിയാണ്. അതായത് കുടുംബത്തിൽ നടന്ന ഒരു വലിയ മംഗളകർമ്മം, അതൊരു വിവാഹമാകാം, അല്ലെങ്കിൽ വീട് താമസമാകാം, ഹൗസ് വാമിംഗ്, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ കുടുംബപരമായി നടന്നൊരു വലിയൊരു ചടങ്ങാകാം. ആ സമയത്താണ് ഇത് തുടങ്ങിയത്. ഇത് മിക്കവാറും ഹോം കമ്മിങ് എന്ന് പറയുമ്പോൾ ഹൗസ് വാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, അതൊരു പുതിയ വീടിന്റെ ഒരു പുതിയ വീട്ടിലേക്കുള്ളൊരു താമസം, അതുമായി ബന്ധപ്പെട്ടാണ് ഇത് തുടങ്ങിയതെന്നാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ കുടുംബ ചടങ്ങ്, മിക്കവാറും ഇത് ഹൗസ് വാമിംഗ് ആയിരിക്കണം. ആ സമയത്താണ് ഇത് തുടങ്ങിയത്, ഈ പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങിയത്. എംപറർ കാർഡ്, അതുപോലെ തന്നെ കിങ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട് നമുക്ക്. ഇത് രണ്ടും ചേർന്ന് വരുമ്പോൾ ഈ ചടങ്ങുകൾ നടന്ന സമയത്ത് കുടുംബത്തിലെ മുതിർന്ന വ്യക്തി, അതായത് അച്ഛൻ, കാരണവർ, അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രധാനിയായിട്ടുള്ള ഒരു വ്യക്തി, അമ്മയുമാകാം, കടുംപിടുത്തവും അഹങ്കാരവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില തീരുമാനങ്ങളും ഇതിനൊരു കാരണമായി എന്നുള്ളതാണ്. ആ ചടങ്ങിനിടയിൽ ബന്ധുക്കൾ തമ്മിലോ അല്ലെങ്കിൽ വീട്ടിലുള്ളവർ തമ്മിലോ വലിയൊരു തർക്കം ഉണ്ടായിട്ടുണ്ട്. ചടങ്ങിനിടയിലോ അല്ലെങ്കിൽ ആ സമയത്ത്, അല്ലെങ്കിൽ അസൂയ, പരസ്പരം ഒരു വാഗ്വാദം, പരസ്യമായിട്ടുള്ളൊരു തർക്കത്തിലേക്കൊക്കെ പോകുക, അങ്ങനെ ഒരു വിഷയം ആ വീട്ടിലുണ്ടായിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഈ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് നടന്നതിന് ശേഷം വലിയൊരു തർക്കിലേക്ക് പോയിട്ടുണ്ട്. അതോടുകൂടിയാണ് ആ വീട്ടിലെ സമാധാനം പൂർണ്ണമായി കെട്ടുപോയത്. ഇതാണ് നമ്മൾ നേരത്തെ നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഈ കണ്ണീർ വന്നിട്ടുള്ളത് പറഞ്ഞില്ലേ, അത് ഈ സംഭവത്തിന് ശേഷമാണ്. അതായത് നിങ്ങൾ ചിലപ്പോൾ ഒരു പുതിയ വീട് വെച്ച് വീട്ടിലേക്ക് എല്ലാവരും കൂടി സന്തോഷമായി കയറിയപ്പോഴോ, നിങ്ങളുടെ വീട്ടിലൊരു വിവാഹം നടന്നതിന് ശേഷം, ഒരു വലിയ ചടങ്ങ് നടന്നതിന് ശേഷമാണ് കൂടുതൽ കാര്യങ്ങൾ വഷളായതെന്ന് പറയാം. അതിൽ അസൂയയുള്ള ആളുകളുടെ കണ്ണ് മൂലം ആണെന്ന് പറയാം. ആ ചടങ്ങിന് വന്ന ആരുടെയോ കടുത്ത ദൃഷ്ടിദോഷമാണ് അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങളുടെ കുടുംബത്തിൽ ഈ വഴക്കുകൾ നിലനിർത്തുന്നത്, ചുരുക്കി പറഞ്ഞാൽ. അപ്പൊ ഇത് ഇങ്ങനെയാണെങ്കിൽ ഇതിനൊരു പരിഹാരം വേണമല്ലോ. ഈ ഗ്രഹദോഷവും ബാഹ്യശക്തികളുടെ ദോഷവും, അതായത് കണ്ണീർ, അസൂയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാറി കുടുംബത്തിൽ സമാധാനം വരാൻ ചെയ്യേണ്ട കൃത്യമായ പരിഹാരം എന്താണ് എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം. അതിനായിട്ട് നമ്മൾ വിസ്ഡം ഒറാക്കിൾ കാർഡാണ് എടുക്കുന്നത്. വീട്ടിലൊരു നല്ല വിശേഷം നടന്നപ്പോൾ, ഒരു സന്തോഷകരമായ കാര്യം നടന്നതിന് ശേഷം ആർക്കോ അവർക്ക് കിട്ടേണ്ട കാര്യങ്ങളെ പറ്റി തോന്നിയ ഒരു അസ്വസ്ഥത, ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്ന ഒരു നെഗറ്റീവ് എനർജിയായി മാറിയിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം വേണം. എന്ത് പരിഹാരമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. തിങ്കർ, young, fork in the road, all that glitters.
എ ട്രൈബ്. ഓക്കെ, അപ്പൊ നമ്മൾ കുറെ പ്രശ്നങ്ങൾ കണ്ടു. ഗ്രഹദോഷങ്ങളും കണ്ണീറും പരസ്പരമുള്ള തർക്കങ്ങളും ഒക്കെ മാറി വീണ്ടും സമാധാനവും ഐക്യവും തിരികെ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട യഥാർത്ഥ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വിസ്ഡം ഒറാക്കിൾ കാർഡിലൂടെ നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിൽ പറയുന്നത്, അതായത് നമുക്ക് 5 കാര്യങ്ങളാണ് നമ്മളോട് യൂണിവേഴ്സ് വഴി നിർദ്ദേശിക്കുന്നത്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. നിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ ആളുകളുടെ, അത് നമുക്ക് നമ്മളിൽ നിന്ന് തുടങ്ങാം. നിങ്ങളുടെ പരിഹാരം തുടങ്ങേണ്ടത് നിങ്ങളുടെ സ്വന്തം തലച്ചോറിൽ നിന്നാണ് എന്നാണ് ഇവിടെ പറയുന്നത്. വീട്ടിലുള്ളവർ ഇപ്പോൾ നെഗറ്റീവ് ചിന്തകളുടെയും അനാവശ്യ ഭയത്തിന്റെയും നടുവിലാണ്. പെട്ടെന്ന് ദേഷ്യപ്പെട്ട് പ്രതികരിക്കുന്നതിന് മുൻപ് ഓരോ കാര്യത്തെക്കുറിച്ചും നന്നായി ആലോചിക്കുക. തിങ്ക് ലോജിക്കലി. വീട്ടിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ വികാരപരമായി പ്രതികരിക്കാതെ വിവേകത്തോടെ ചിന്തിക്കാൻ എല്ലാവരും തയ്യാറാകണം. അനാവശ്യ ചിന്തകൾ, ഓവർ തിങ്കിങ് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അതുപോലെ ഇവിടെ യാങ് എനർജി, വളരെ സജീവമായിട്ടുള്ള പോസിറ്റീവ് എനർജിയാണ് ഈ യാങ്. ഇത് ടാരോയിലെയും ഒറാക്കിളിലെയും ഏറ്റവും ശക്തമായ പുരുഷ എനർജി, അതായത് ആക്ഷൻ ഓറിയന്റഡ് എനർജിയാണ് കാണിക്കുന്നത്. ഇത് വീട്ടിൽ കെട്ടിക്കിടക്കുന്ന നെഗറ്റീവ് എനർജിയെ മാറ്റാൻ നിങ്ങൾ സജീവമായ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് വീട്ടിൽ വെറുതെ വിഷമിച്ച് അവിടെ എപ്പോഴും വഴക്കും പ്രശ്നവുമാണെന്ന് വിചാരിച്ച് അതിന്റെ ഉള്ളിൽ വിഷമിച്ച് അങ്ങനെ കുത്തിയിരിക്കരുത്. വീടും പരിസരവും എപ്പോഴും വൃത്തിയായും പ്രകാശപൂരിതമായും സൂക്ഷിക്കുക. ദിവസവും രാവിലെയും വൈകുന്നേരവും വീട്ടിൽ എന്തെങ്കിലും വിളക്ക് കത്തിക്കുകയോ പ്രാർത്ഥിക്കുകയോ, അതായത് പോസിറ്റീവായിട്ടുള്ള മന്ത്രങ്ങളോ പ്രാർത്ഥനകളോ ഉച്ചത്തിൽ വെക്കുക, ഉറക്കെ വെക്കുക. ഈ ഇതിൽ വെക്കുമല്ലോ, റെക്കോർഡ് പ്ലേ ചെയ്യില്ലേ, ബ്ലൂടൂത്ത് ഡിവൈസിൽ എന്തെങ്കിലും വെക്കുക. തടസ്സങ്ങൾ മാറാൻ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന എനർജി എന്താണോ അതിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സജീവമായ ശ്രമങ്ങൾ, അതായത് ആക്ഷൻസ് എന്തായാലും ഈ ദോഷങ്ങളെ ഇല്ലാതാക്കും. അത് ഉറപ്പാണ്. അതാണ് ഈ എനർജി ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അടുത്തത് ഫോർക്ക് ഇൻ ദ റോഡ് എന്ന എനർജിയാണ് ഇവിടെ, അതായത് തീരുമാനങ്ങളിലെ മാറ്റം എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. കാണാമോ? ഇതിന്റെ ഗൈഡ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ കാർഡ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിന്റെ ഒരു ക്രോസ് റോഡ് ഫേസ് ചെയ്യുകയാണ്, അവിടെ എത്തി നിൽക്കുകയാണ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. എങ്ങോട്ട് പോകണമെന്നറിയില്ല. ഇതുവരെ പോയ അതേ വഴിയിലൂടെ പോകണോ അല്ലെങ്കിൽ വേറെ എങ്ങോട്ട് പോകണം എന്നുള്ളൊരു ചിന്ത. അപ്പോൾ നമുക്ക് പറയാം, നമ്മൾ കുറെ കാലമായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രശ്നങ്ങളിലൂടെയാണ്. നിങ്ങളുടെ വിവാഹം മുതലോ, നിങ്ങളുടെ വീട്ടിലുണ്ടായ വിവാഹമോ ഹൗസ് വാമിങ്ങോ അല്ലെങ്കിൽ എന്തോ ഒരു നല്ല കാര്യം മുതൽ ഇങ്ങോട്ട് എപ്പോഴും പ്രശ്നമാണ്. അതേ വഴി പോയാൽ വീണ്ടും തർക്കങ്ങൾ മാത്രമേ ഉണ്ടാകൂ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ കുടുംബം ഇനി പുതിയൊരു വഴി തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. പഴയ വഴക്കുകളും വാശികളും അവിടെ ഉപേക്ഷിക്കുക. ഒന്നുകിൽ നമ്മൾ മുൻപ് കണ്ടതുപോലെ കുറച്ചു കാലത്തേക്ക് ആ പ്രശ്നങ്ങളിൽ നിന്നും മാറി സമാധാനമുള്ള മറ്റൊരു അന്തരീക്ഷത്തിലേക്ക് നമ്മളായിട്ട് മാറുക. അല്ലെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും മാറിപ്പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്ന യൂണിവേഴ്സ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി അതായത് വെയിറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് അതിനെ ആ ഒരു എനർജി അട്രാക്ട് ചെയ്യുക. വീട്ടിലെ പഴയ തർക്ക വിഷയങ്ങൾ ഇനി മേലാൽ സംസാരിക്കില്ലെന്ന് നിങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് ഉറപ്പിക്കുക. അത് മാത്രമല്ല, കുടുംബാംഗങ്ങൾ ഒരുമിച്ചൊരു തീരുമാനമെടുക്കുക. ഒരു പുതിയ പാത തിരഞ്ഞെടുക്കാനുള്ള സമയമാണിത്. അതുപോലെ യഥാർത്ഥ വ്യക്തികളെ തിരിച്ചറിയുക എന്നിവിടെ പറയുന്നുണ്ട്. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് എന്ന കാർഡ് പറയുന്നത് വലിയൊരു മുന്നറിയിപ്പാണ്. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നാണ് ഈ കാർഡ് പറയുന്നത്. അതായത് കുടുംബത്തിന് പുറത്തുള്ള ചില ആളുകളുടെ ഇടപെടൽ എന്തായാലും ഉണ്ട്. അത് രക്തബന്ധത്തിൽ തന്നെയുള്ള ആളുകൾ തർക്കിക്കുന്നു എന്നൊക്കെ നമ്മൾ കണ്ടല്ലോ. ചിലപ്പോൾ അവകാശം വേണമെന്ന് പറയുന്ന ആരെങ്കിലുമൊക്കെ ആവാം, അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടെ നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന പുറമേ ഉള്ള ബന്ധുക്കളാവാം. വളരെ നല്ലതെന്നാണ് പുറമേ കാണിക്കുന്നതെങ്കിലും ഉള്ളിൽ അസൂയയും ദോഷചിന്തകളും ഒക്കെ ഉള്ള അത്തരം ആളുകളെ തിരിച്ചറിഞ്ഞ് അവരിൽ നിന്നും അകലം പാലിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. എല്ലാവരോടൊന്നും നിങ്ങളുടെ കുടുംബത്തിലെ സാമ്പത്തിക കാര്യങ്ങളോ വ്യക്തിപരമായ കാര്യങ്ങളോ സംസാരിക്കരുത്. പ്രത്യേകിച്ച് പുറത്തുള്ളവരായിട്ട് സംസാരിക്കരുത്. ഫേക്ക് ആയിട്ടുള്ള സ്നേഹം തിരിച്ചറിയുക. എന്നാലേ ശത്രുക്കളെ നമുക്ക് അവരുടെ മുഖം മൂടി വലിച്ചു കീറാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കില്ല. നമ്മൾ വിജിലന്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്, തിരിച്ചറിയുക എന്നുള്ളതാണ്. കുടുംബത്തിന്റെ ഒരു കൂട്ടായ്മ, ഒരു ട്രൈബ്, നിങ്ങളുടെ ട്രൈബ്, അതായത് നിങ്ങളുടെ കുടുംബം എന്നുള്ള ഒരേ ചിന്തയുള്ള ആളുകളുടെ കൂട്ടായ്മ, അല്ലെങ്കിൽ സ്വന്തം കുടുംബം എന്നാണ് ഇതിന്റെ അർത്ഥം. പുറത്തുള്ളവർ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ യഥാർത്ഥ ബലം നിങ്ങളുടെ കുടുംബം തന്നെയാണെന്ന് തിരിച്ചറിയുക. ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവ്, കുട്ടികൾ, അങ്ങനെ ഒരു കണക്ഷൻ, വീടിന്റെ മൊത്തത്തിലുള്ള ഒരു പിക്ചർ, അച്ഛനമ്മ, മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ എന്നിവ, അങ്ങനെയുള്ള ഒരു ഏത് തരത്തിൽ നിങ്ങൾക്ക് അതിനെ എടുക്കാം. നിങ്ങൾ പരസ്പരമുള്ള ഈഗോ മാറ്റിവെച്ച് ഒന്നിച്ചു നിൽക്കുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുക. നിങ്ങൾ ഒന്നിച്ചു നിന്നാൽ പുറത്തു നിന്നുള്ള ഒരു ശക്തിക്കും നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനം കളയാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ വീട്ടിൽ നിലനിൽക്കുന്ന തർക്കത്തിന് കാരണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ബോധപൂർവമായിട്ടുള്ള പ്രവൃത്തികൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാണ് യൂണിവേഴ്സ് ഈ ഒറാക്കിൾ കാർഡ് വഴി നമുക്ക് നൽകുന്ന നിർദ്ദേശം. അപ്പോൾ റീഡിംഗ് ഒരുപാട് നീണ്ടുപോയിട്ടുണ്ട്. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും എത്രത്തോളം ലെങ്ത് കുറക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും അത് നിങ്ങൾക്ക് ലഭിക്കേണ്ട ക്ലാരിറ്റി ഒട്ടും കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ റീഡിങ്ങിൽ വന്നിരിക്കുന്ന ഒരു എനർജിയെ നമ്മൾ ലിമിറ്റ് ചെയ്യാതിരുന്നത്.
നോക്കിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. ബൈ.